ഇന്ന് പറയാൻ പോകുന്ന പ്രോഗ്രാം പാലിൻഡ്രോം നമ്പർ ചെക്കിംഗ് ആണ്. ഒരു നമ്പർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു, പ്രോഗ്രാം എഴുതണം പാലിൻഡ്രോം ആണോ എന്ന്. അപ്പോൾ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പാലിൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് റിവേഴ്സ് ചെയ്ത് എഴുതിയാലും ആ നമ്പർ സെയിം നമ്പർ ആണെങ്കിൽ അത് പാലിൻഡ്രോം ആണ്. അപ്പോൾ 121 നമ്മൾ റിവേഴ്സ് ചെയ്താലും 121 ആണ്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോം എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളതിൻ്റെ ലോജിക്ക് ചെക്ക് ചെയ്യാനുള്ള ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്പർ 1321 ഇത് പാലിൻഡ്രോം ആണോ എന്ന് അറിയണമെങ്കിൽ ഫസ്റ്റിലെ നമ്പറും എൻഡിലെ നമ്പറും നമ്മൾ കമ്പയർ ചെയ്യുക, ഈക്വലാണ്. പിന്നെ ഫസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ നമ്പറും എൻഡിൽ നിന്ന് രണ്ടാമത്തെ നമ്പറും കമ്പയർ ചെയ്യുക. അത് ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോമാണ്. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും നമ്പേഴ്സ് ഈക്വൽ അല്ലെങ്കിൽ ആ നമ്പർ പാലിൻഡ്രോം അല്ല. ഇപ്പോൾ ഇങ്ങനൊരു നമ്പർ 1221, ഈ നമ്പറിന് ഫസ്റ്റിലെ നമ്പർ ഇങ്ങനെ 1221 ഫസ്റ്റ് നമ്പർ 1, എൻഡിലെ നമ്പർ 1. ദെൻ സ്റ്റാർട്ട് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുക, എൻഡ് ഡിക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിലെയും എൻഡിലെയും നമ്പർ ഈക്വലാണ്. പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എൻഡിനേക്കാളും വലുതാണെങ്കിൽ പിന്നെ നമുക്ക് കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് പറയാം വൈൽ ലൂപ്പിൽ ഇതെല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞു, ഈ നമ്പർ പാലിൻഡ്രോം ആണെന്ന് പറയാം. അപ്പോൾ ഒരു നമ്പർ പാലിൻഡ്രോം ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കമ്പ്യൂട്ടറിലേക്ക് നമ്പർ ഇൻപുട്ട് ചെയ്യണം. അതിന് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പലതരത്തിൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുക, N=1234 അങ്ങനെ കൊടുത്താൽ ഡയറക്റ്റ് അസൈൻ ചെയ്യുന്നു. ഇത് യൂസർ വഴി കീബോർഡ് വഴി യൂസർ കൊടുക്കുന്ന ഡാറ്റനെ റീഡ് ചെയ്യണം. അതിനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ ഈ ഡബിൾ കൊട്ടേഷനിൽ എന്താ എഴുതി അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും, എൻ്റർ ചെയ്യുന്ന നമ്പറിന് ഡിസ്പ്ലേ ചെയ്യും. അത് കാണുമ്പോൾ യൂസർ ഏതെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്യും. അത് ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്തിട്ട് N എന്ന് പറയുന്ന മെമ്മറിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ N ഈസ് എ വേരിയബിൾ, ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നൊരു വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. യൂസർ ഇൻപുട്ട് ചെയ്ത ഈ നമ്പറിനെ ഇവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പാലിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതണം, അതിലേക്ക് ഈ നമ്പറിനെ സെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡെഫ് ഈസ് പാലിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് ഈസ് പാലിൻഡ്രോം n എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഈസ് പാലിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ നേരെ ഫംഗ്ഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു. അതോടുകൂടി n എന്ന് പറഞ്ഞ ഇതിലെ വാല്യൂ, എന്നിലെ വാല്യൂ എവിടേക്ക് അയക്കും? ഈ ഫംഗ്ഷനിലെ നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുകയും ഈ വാല്യൂവിൻ്റെ ഒരു കോപ്പി, ഈ നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ വേരിയബിളാണ് നമ്പർ, ഇതിൻ്റെ ഒരു കോപ്പി ഇവിടേക്ക് സെൻഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കാണണം. ലെങ്ത്ത് കണ്ടിട്ട് വേണം ഇത് ലാസ്റ്റ് ഇൻഡെക്സും ഫസ്റ്റ് ഇൻഡെക്സും എഴുതിയിട്ട് കമ്പാരിസൺ ചെയ്യാനായിട്ട്. ഇതൊരു സ്ട്രിങ് ആണ്, ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് ഫംഗ്ഷൻ വഴി റീഡ് ചെയ്യുന്നതെല്ലാം സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ ഇത് സ്ട്രിങ് ആയതുകൊണ്ട് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണാൻ ലെൻ ഫംഗ്ഷൻ ഉണ്ട്. ലെൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന് ലെങ്ത്ത് കിട്ടും, അത് n എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് 1 2 3 4, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 4 ആണ്, ഈ 4 എന്നിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്തായിരിക്കും? സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ആയിരിക്കും. എൻഡിങ് ഇൻഡെക്സ് n-1 ദാറ്റ് ഈസ് 3 ആയിരിക്കും എൻഡ് ഇൻഡെക്സ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ലാസ്റ്റ് ഇൻഡെക്സ് നമുക്ക് കിട്ടി. ഇനി അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഫസ്റ്റ് ഇൻഡെക്സിനെ പോയിൻ്റ് ചെയ്യിക്കുക. സ്റ്റാർട്ട് ഇൻഡെക്സ് സ്റ്റാർട്ട് ഇൻഡെക്സ് 0 ആയിരിക്കും. ആൻഡ് സ്റ്റാർട്ട് ഇൻഡെക്സിനെ നമുക്ക് പോയിൻ്റ് ചെയ്യിക്കാം, സ്റ്റാർട്ട് ബിഗിനിലേക്ക് പോയിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ആയിരിക്കും. പിന്നെ എൻഡ് ഇൻഡെക്സ് നമുക്ക് ലാസ്റ്റത്തെ ഇൻഡെക്സ് ഏതായിരിക്കും? n-1, അതാണ് എൻഡ് ഈക്വൽ ടു n-1 കൊടുത്തത്. സ്റ്റാർട്ട് ഈക്വൽ ടു 0 ആൻഡ് എൻഡ് ഈക്വൽ ടു n-1. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലൂപ്പിലിടാതെ, അപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ വൈൽ ലൂപ്പിൽ
വൈൽ ലൂപ്പിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് വരെ നമുക്ക് ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം നമ്പർ ഓഫ് സ്റ്റാർട്ട് 0 ആണ്, ഇപ്പോൾ അതും നമ്പർ ഓഫ് എൻഡും ഈക്വലാണെന്ന് നോക്കുക. ഒരു എറയിൽ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് എലമെൻസിനെ ആക്സ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എറയിലെ 0യിൽ കിടക്കുന്നതാണ് ഫസ്റ്റ് ഇൻഡെക്സ്. അത് ഈക്വലാണോ നമ്പർ ഓഫ് 3 നമ്പർ ഓഫ് എൻ എന്ന് നോക്കുക. ഈക്വൽ ആണെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് പ്ലസ് വണ്ണിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആണ് വൈൽ ലൂപ്പിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പൊക്കെ ഇവിടെ ഒരു കോളൻ ഇടണം. കോളൻ ഇട്ടാൽ അതിൻ്റെ അർത്ഥം ഈ ലൂപ്പ് ബോഡി ഇതിന് താഴെ എഴുതുന്നുണ്ട്, അതാണ് കോളൻ ഇടുന്നത്. അപ്പോൾ ഇഫ് നമ്പർ ഓഫ് സ്റ്റാർട്ട് ഏതാ നമ്പർ ഓഫ് 0 ദാറ്റ് ഈസ് 1 നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് എൻഡ്, ഇത് ഈക്വൽ അല്ലെങ്കിൽ ഉടൻ തന്നെ റിട്ടേൺ ഫാൾസ് കൊടുക്കുക. കാരണം പിന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, പാലിൻഡ്രോം ആണെന്ന് പറയാം. അല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് അല്ല, ഇവിടെ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുക. സ്റ്റാർട്ട് പ്ലസ് വൺ ആയിരിക്കും. സ്റ്റാർട്ട് പ്ലസ് വൺ ആയിരിക്കും. എൻഡ് മൈനസ് വൺ ആയിരിക്കും. സ്റ്റാർട്ട് പ്ലസ് വണ്ണും എൻഡ് മൈനസ് രണ്ട് നമ്പർ കിട്ടി. ഇനി വീണ്ടും കമ്പയർ ചെയ്യുക. സ്റ്റാർട്ട് പ്ലസ് വൺ എൻഡ് മൈനസ് വൺ ആയിട്ട് വൈൽ ലൂപ്പ് വീണ്ടും ഇഫ് നമ്പർ ഓഫ് സ്റ്റാർട്ട് ഈക്വൽ ടു നമ്പർ എൻഡിലുള്ള നമ്പറും സ്റ്റാർട്ടിലുള്ള നമ്പറും എൻഡിലുള്ള നമ്പറും ഈക്വലാണോ നോക്കാം. ഈക്വൽ അല്ല, അപ്പോൾ നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ഉടൻ റിട്ടേൺ ഫാൾസ് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ആവുന്നു, നേരെ എവിടെയാണോ നമ്മൾ വിളിച്ചത് അവിടേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടേക്ക് വന്നത് ഫാൾസ് ആണ്. നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഇഫ് ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ പാലിൻഡ്രോം എന്നും, അല്ലെങ്കിൽ അപ്പോൾ ഫാൾസ് ആയതുകൊണ്ട് അല്ല, എൽസ് പാർട്ടിലേക്ക് വരും. നോട്ട് പാലിൻഡ്രോം എന്ന് പ്രിൻ്റ് ചെയ്യും. ഇങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഇനി നമുക്കൊരു പാലിൻഡ്രോം ആയ ഒരു നമ്പർ നമുക്കിപ്പോൾ 1 3 ഇവിടെ ഞാൻ 3 തന്നെ കൊടുക്കുക. ഇവിടെ 3 ഇങ്ങനെ ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്? നമ്മളിതുപോലെ തന്നെ n ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എ നമ്പർ. അപ്പോൾ കീബോർഡ് വഴി യൂസർ കൊടുക്കുന്ന നമ്പറിന് ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നു, എന്നിൽ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഈസ് പാലിൻഡ്രോം n എന്ന് പറയുമ്പോൾ ഈസ് പാലിൻഡ്രോം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. എന്നിനുള്ള വാല്യൂ നമ്പറിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്ത് കാണുന്നു. ലെൻ ഫംഗ്ഷനെ വെച്ച് ലെൻ നമ്പർ അത് n എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു. പിന്നെ സ്റ്റാർട്ടിനെ നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലേക്കും എൻഡിനെ ലാസ്റ്റ് ഇൻഡെക്സിലേക്കും പോയിൻ്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട് 0 എൻഡ് n-1. അതിനുശേഷം വൈൽ സ്റ്റാർട്ട് ലെസ് ദാൻ n വരെ ഈ ലൂപ്പ് കൂടി എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റാർട്ടിലെ നമ്പർ ഓഫ് സ്റ്റാർട്ടിലുള്ളതും എൻഡിൽ കിടക്കുന്ന നമ്പറും ആദ്യം കമ്പയർ ചെയ്യുക. അത് ഈ നോട്ട് ഈക്വൽ ആണെങ്കിൽ എക്സിറ്റ്, അവിടെ നോട്ട് ഈക്വൽ അല്ല. ദെൻ സ്റ്റാർട്ട് പ്ലസ് വൺ കൊടുക്കുന്നു, എൻഡ് മൈനസ് വൺ കൊടുക്കുന്നു. വീണ്ടും നോക്കുന്നു, എൻഡ് മൈനസ് വൺ. അപ്പോൾ എൻഡിൽ 2 ആണ്. അപ്പോൾ സ്റ്റാർട്ട് നമ്പർ ഓഫ് സ്റ്റാർട്ടും നമ്പർ ഓഫ് എൻഡും ഈക്വലാണോ നോക്കുന്നു. ഈക്വലാണ്. വീണ്ടും സ്റ്റാർട്ട് പ്ലസ് വൺ കൊടുക്കുന്നു, എൻഡ് മൈനസ് വൺ കൊടുക്കുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് എന്നുള്ള കണ്ടീഷൻ തെറ്റി. അപ്പോൾ ഇതുവരെ റിട്ടേൺ ഫാൾസ് ആയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ എന്താണ്, വൈൽ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തു, വൈൽ ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്നു. കണ്ടീഷൻ തെറ്റുമ്പോൾ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. റിട്ടേൺ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ട്രൂ റിട്ടേൺ ഫംഗ്ഷൻ ആകുമ്പോൾ ഈ ഫംഗ്ഷനിൽ നിന്ന് തന്നെ എക്സിറ്റ് ആവുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്തോടത്തേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. ഈസ് പാലിൻഡ്രോം ഇത് ട്രൂ ആണെങ്കിൽ ഈസ് പാലിൻഡ്രോം എന്ന് പ്രിൻ്റ് ചെയ്യുക. ഇപ്പോൾ എന്താ ട്രൂ ആണല്ലോ റിട്ടേൺ ചെയ്തത്, അപ്പോൾ പ്രിൻ്റ് ഈസ് പാലിൻഡ്രോം. ഇതാണ് പാലിൻഡ്രോം നമ്പർ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. പലതരത്തിൽ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ വൈൽ ലൂപ്പിൽ നമ്പർ മോഡുല 10 ഒക്കെ വെച്ച് പ്രൈം നമ്പറൊക്കെ കണ്ടില്ലേ, അതുപോലെയും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഏത് രീതിയിലും നമുക്കൊരു നമ്പറിന് പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എക്സാമിൽ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു പ്രോഗ്രാമായിട്ട് വരാം.